ഹലോ, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ റെസിപ്പി ചിക്കൻ പിസ്സയാണ്. വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് ഈ ഒരു പിസ്സ വീട്ടിലെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഈ ഒരു പിസ്സ ഉണ്ടാക്കാനായിട്ട് ഞാനൊരു ബൗളിലോട്ട് 1 കപ്പ് മൈദ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും 1 ടീസ്പൂൺ പഞ്ചസാരയും 1 ടീസ്പൂൺ ഈസ്റ്റും അത് ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും 1/2 ടീസ്പൂൺ ഒറിഗാനോയും കൂടി ചേർത്തിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കുക. പിന്നെ ഞാൻ 1/2 ഗ്ലാസ് ചൂടുവെള്ളം എടുത്തിട്ടുണ്ട്. ചെറിയ ചൂടുള്ള വെള്ളം, അത് ആവശ്യത്തിന് മാത്രം ചേർത്തിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കുഴച്ചെടുക്കുക. നമ്മുടെ മാവ് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ ആദ്യം ഒരു സ്റ്റിക്കി പരിവാണ് ഉണ്ടാവില്ല, അത് പ്രശ്നമല്ല. ഇതിൻ്റെ മുകളിലായിട്ട് 1 ടീസ്പൂൺ ഓയിലും കൂടി ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്തതിന് ശേഷം 2 മണിക്കൂറൊന്ന് പൊങ്ങി വരാനായിട്ട് വെക്കുക. ഇനി ഇത് പൊങ്ങി വരുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിലേക്കുള്ള ചിക്കനൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കണം. ചിക്കൻ നമുക്ക് എത്ര വേണ്ടത് വെച്ചാൽ അതിനനുസരിച്ച് എടുക്കുക. ഈ ഒരു ചിക്കനിലേക്ക് ഞാൻ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 3/4 ടീസ്പൂൺ മുളക് പൊടിയും പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ റെഡ് ചില്ലി ഫ്ലേക്സ്, 1/2 ടീസ്പൂൺ ഓയിൽ, 1/2 ടീസ്പൂൺ വിനീഗർ, പിന്നെ 1/2 ടീസ്പൂൺ ഒറിഗാനോ. പിന്നെ ഇതിലേക്ക് ഞാൻ 3/4 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടെ ഞാൻ ചേർത്തിട്ടുണ്ട്. ഇനി ഇത് നല്ലോണം ഇതിലൊന്ന് മിക്സാക്കി എടുക്കുക. പിന്നെ ഇതിലേക്ക് ഞാൻ 1/2 ടീസ്പൂൺ തന്തൂരി മസാല ഇട്ട് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇത് നമുക്ക് ഒന്ന് മസാല പിടിക്കാനായിട്ട് മാറ്റി വെക്കാം. ഈ സമയത്ത് നമ്മുടെ മാവ് നല്ലോണം പൊങ്ങി വന്നിട്ടുണ്ട്. ഇതൊന്നുകൂടെ ഒന്ന് കുഴച്ചെടുക്കുക. ഇനിയിപ്പോൾ ഞാൻ ഈ ഒരു പാനിലോട്ട് ഞാൻ പിസ്സ റെഡിയാക്കുന്നത്. അതിനായിട്ട് ആദ്യം തന്നെ ഞാൻ പാനിലൊന്ന് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. മാവ് ഈ പാനിൽ വെച്ചിട്ട് തന്നെ ഞാൻ പരത്തിയെടുക്കുന്നത്. അതല്ല, കൗണ്ടർ ടോപ്പിൽ കുറച്ച് മൈദ തൂവി കൊടുത്തതിന് ശേഷം പരത്തി എടുത്തിട്ട് ഇതിൽ പാനിലൊന്ന് വെച്ച് കൊടുത്താലും മതി. ഞാനിപ്പോൾ ഇതിൽ തന്നെ പരത്തണേ. ഞാൻ പരത്തി എടുത്തിട്ടുണ്ട്. ഇനി ഇത് പൊങ്ങി വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഫോർക്ക് വെച്ചിട്ടൊന്ന് കുത്തി കൊടുക്കുക. ഞാൻ സ്റ്റൗമ്മൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ആദ്യം ഇതിൻ്റെ അടിഭാഗം ഒന്ന് വേവിച്ചെടുക്കണം. അതിനായിട്ടൊരു 5 മിനിറ്റ് ഒന്ന് സ്റ്റൗമ്മൽ ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അടിവശം നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഞാൻ പിസ്സ സോസ് ആക്കി കൊടുക്കുന്നുണ്ട്. ഇത് ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയിട്ടുള്ള പിസ്സ സോസാണ്. പിസ്സ സോസ് നമുക്ക് എത്ര വേണ്ടത് അതിനനുസരിച്ച് സോസ് ആക്കി കൊടുക്കുക.
അത്യാവശ്യം നല്ല സ്പൈസി ആയിട്ടുള്ള സോസ് തന്നെ വേണം കേട്ടോ, നല്ല പിസ്സക്ക് നല്ല ടേസ്റ്റ് കിട്ടുള്ളൂ. പിസ്സ സോസ് ആക്കി കൊടുത്തതിന് ശേഷം മൊസറല്ല ചീസ് ഗ്രേറ്റ് ചെയ്തത് ഇട്ട് കൊടുക്കുക. മൊസറല്ല ചീസ് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഇട്ട് കൊടുക്കുക, എന്നാലും നല്ല വലിവ് കിട്ടുള്ളൂ. പിന്നെ ഇതിലേക്ക് സവാള ഇതുപോലെ കട്ട് ചെയ്തെടുത്തത് ഇതുപോലെ അവിടെയും ഇവിടെ ആയിട്ട് ഇട്ട് കൊടുക്കുക. പിന്നെ ഞാൻ റെഡ് ക്യാപ്സിക്കം അതുപോലെ ഗ്രീൻ ക്യാപ്സിക്കും സവാളൊക്കെ ഞാൻ ഇതുപോലെ കട്ട് ചെയ്തെടുത്തതാണ്. ഇതെല്ലാം ഇതുപോലെ നമുക്കിഷ്ടമുള്ള രീതിയിൽ അവിടെയും ഇവിടെയൊക്കെ എത്ര വേണമെന്ന് വെച്ചാൽ അതിനനുസരിച്ച് ഇട്ട് കൊടുക്കുക. ഇനി റെഡ് ക്യാപ്സിക്കം തന്നെ വേണമെന്നില്ല, അതിന് പകരമായിട്ട് തക്കാളി ഇതുപോലെ കട്ട് ചെയ്തെടുത്താൽ മതി. തക്കാളിയുടെ ആ കുരുവൊക്കെ കളഞ്ഞിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുത്താൽ മതി. പിന്നെ ഞാൻ നമ്മുടെ ചിക്കൻ ഫ്രൈ ചെയ്തെടുത്തത് ഇതുപോലെ വെച്ച് കൊടുക്കുക. ഇനി എല്ലാം ഇതുപോലെ ചെയ്യുക. നമുക്ക് എത്ര വേണ്ടത് വെച്ചാൽ അതിനനുസരിച്ച് എല്ലാം ചേർത്ത് കൊടുക്കുക. ഞാനിതിന് മുകളിലും കുറച്ചുകൂടെ ഒന്ന് പിസ്സ സോസ് ആക്കി കൊടുക്കുന്നുണ്ട്. ഇനി മുകളിൽ ഇതുപോലെ മസാല ചീസ് ഇട്ട് കൊടുക്കുക. ഞാൻ ബ്ലാക്ക് ഒലീവ്സും കൂടെ എടുത്തിട്ടുണ്ട്, അതും കൂടെ കാണാൻ ഭംഗിക്ക് വേണ്ടിയിട്ടൊന്ന് വെച്ച് കൊടുക്കാം. പിന്നെ ഞാൻ കുറച്ച് ഒറിഗാനോ അതുപോലെ മുകളിലൊക്കെ ഒന്ന് വിതറി കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ റെഡ് ചില്ലി ഫ്ലേക്സും ഇതുപോലെ ഒന്ന് വിതറി കൊടുക്കാം മുകളിലായിട്ട്. നമുക്കിത് അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഈ ചീസ് മെൽറ്റ് ആവുന്ന വരെ വേവിച്ചെടുത്താൽ മതി. മെൽറ്റായാൽ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. അങ്ങനെ നമ്മുടെ പിസ്സ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചീസൊക്കെ നല്ലോണം മെൽറ്റായിട്ടുണ്ട്. ഞാൻ പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ പിസ്സ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നിങ്ങളിത് ഒരു തവണയെങ്കിലും ഒന്ന് ട്രൈ ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിലൊന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, അതുപോലെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ആ ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക, എന്നാലേ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് മിസ് ചെയ്യാതെ തന്നെ കാണാൻ സാധിക്കും. അപ്പോൾ ഇതാ ഞാൻ കട്ട് ചെയ്യുന്നുണ്ട്. ഇതുപോലെ ഞാൻ പിസ്സ കട്ടർ വെച്ചിട്ടാണ് കട്ട് ചെയ്യുന്നത്. എന്നാൽ നമുക്ക് കത്തി വെച്ച് കട്ട് ചെയ്യുന്നതിനേക്കാൾ നല്ല പെർഫെക്റ്റായിട്ട് തന്നെ നമുക്ക് കട്ട് ചെയ്യാൻ കഴിയും. പിന്നെ പിസ്സ കട്ട് ചെയ്യുമ്പോൾ ചൂടോട് കൂടെ കട്ട് ചെയ്യണം, എന്നാലും അത് നല്ല ചീസൊക്കെ നല്ല വലിഞ്ഞ് കിട്ടുള്ളൂ. ചൂടാറിയതിന് ശേഷം കട്ട് ചെയ്താൽ ചീസ് വലിഞ്ഞ് കിട്ടില്ല. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഇനി അടുത്ത നല്ലൊരു റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം.